നമസ്കാരം. മൈനാഗപ്പള്ളിയിൽ സ്കൂട്ടർ യാത്രികയെ കാറ് കയറ്റി കൊന്ന കേസിലെ പ്രതികളായ അജ്മലും ഡോക്ടർ ശ്രീകുട്ടിയും ലഹരി ഉപയോഗിച്ചിരുന്നെന്ന് പോലീസ് കണ്ടെത്തി. അപകടത്തിന്റെ തലേദിവസം കരുനാഗപ്പള്ളിയിലെ ഒരു ഹോട്ടലിൽ ഇവർ താമസിച്ചു. ഇവിടെ വെച്ച് ഇരുവരും മദ്യവും രാസലഹരിയും ഉപയോഗിച്ചെന്നും മദ്യക്കുപ്പകളും രാസലഹരി ഉപയോഗിക്കുന്ന ട്യൂബുകളും കണ്ടെത്തിയിട്ടുണ്ടെന്നും പോലീസ് പറയുന്നു. പോലീസിന്റെ കസ്റ്റഡി അപേക്ഷയിലും ഇവർക്കെതിരെ ഗുരുതര കണ്ടെത്തലുകളാണുള്ളത്. ചോദ്യം ചെയ്ത സമയം പ്രതികൾ ലഹരിക്ക് അടിമകളായിരുന്നുവെന്നും ഇരുവരും MDMA ആണ് ഉപയോഗിച്ചിരുന്നതെന്നുമാണ് പോലീസ് പറയുന്നത്. MDMA ഉറവിടവും ലഹരി ഉപയോഗിച്ച ശേഷം നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഇവർ ഏർപ്പെട്ടിട്ടുണ്ടോ എന്നതും കണ്ടെത്തേണ്ടതുണ്ടെന്ന് പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചു. ഒന്നാം പ്രതിയാണ് കരുനാഗപ്പള്ളി സ്വദേശി അജ്മൽ. രണ്ടാം പ്രതിയാണ് നെയ്യാറ്റിൻകര സ്വദേശിനി ഡോക്ടർ ശ്രീകുട്ടി. ഇരുവരെയും പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. ശാസ്താംകോട്ട മജിസ്ട്രേറ്റ് കോടതിയുടേതാണ് ഉത്തരവ്. ഞായറാഴ്ച വരെ കസ്റ്റഡിയിൽ തുടരുന്ന പ്രതികളുടെ ജാമ്യാപേക്ഷ തിങ്കളാഴ്ച പരിഗണിക്കും. അതിനിടെ ശ്രീകുട്ടി മുൻ ഭർത്താവ് അഭീഷ് രാജുമായി വേർപിരിഞ്ഞ് താമസിക്കുകയാണെങ്കിലും ബന്ധം വേർപെടുത്തിയിരുന്നില്ലെന്ന് ശ്രീകുട്ടിയുടെ അമ്മ സുരഭി വെളിപ്പെടുത്തി. ഇപ്പോഴത്തെ സംഭവങ്ങൾക്കെല്ലാം കാരണം മുൻ ഭർത്താവാണെന്നും അജ്മൽ എന്ന ക്രിമിനലുമായി ചേർന്ന് മകളെ കുടുക്കിയതാണെന്നും സുരഭി ഒരു വാർത്താ ചാനലിനോട് വ്യക്തമാക്കി. ഇതുവരെ മദ്യപിക്കാത്ത ശ്രീകുട്ടിയെ ജ്യൂസിൽ മദ്യം ചേർത്ത് നൽകിയതായിരിക്കാമെന്നും സത്യം പോലീസ് കണ്ടുപിടിക്കട്ടെ എന്നും സുരഭി പറഞ്ഞു. കേസിൽ പ്രതികളുടെ മൊഴിയുടെ വിശദാംശങ്ങളും പുറത്തു വന്നിരുന്നു. അജ്മൽ ക്രിമിനലാണെന്ന് അറിഞ്ഞിരുന്നില്ലെന്നായിരുന്നു ഡോക്ടർ ശ്രീകുട്ടിയുടെ മൊഴി. സിനിമാ കൊറിയോഗ്രാഫറാണെന്ന് പറഞ്ഞാണ് അജ്മൽ പരിചയപ്പെടുത്തിയതെന്നും ഡോക്ടർ ശ്രീകുട്ടി പോലീസിന് മൊഴി നൽകിയിരുന്നു. താനും അജ്മലും മദ്യം ഉപയോഗിക്കാറുണ്ട്. പണവും സ്വർണവും നൽകിയത് അജ്മൽ ആവശ്യപ്പെട്ട പ്രകാരമാണെന്നുമായിരുന്നു ശ്രീകുട്ടിയുടെ മൊഴി. അതേസമയം ഡോക്ടർ ശ്രീകുട്ടിയുടെ MBBS ബിരുദം അംഗീകാരം ഉള്ളതാണോ എന്നതിലും അന്വേഷണം ആരംഭിച്ചു. ഇതും ഈ കേസ് അന്വേഷണത്തെ ശ്രദ്ധേയമാക്കും. അജ്മൽ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണെന്ന് ഇതിനോടകം വ്യക്തമായിട്ടുണ്ട്. ഭയം കൊണ്ടാണ് താൻ വാഹനവുമായി രക്ഷപ്പെട്ടതെന്ന് അജ്മൽ പോലീസിനോട് പറഞ്ഞു. പിന്തുടരുന്നവരിൽ ചിലരുമായി തനിക്ക് വ്യക്തിവൈരാഗ്യം ഉണ്ടായിരുന്നുവെന്നാണ് അജ്മലിന്റെ മൊഴി. പ്രതികൾ രാസലഹരി ഉപയോഗിക്കാറുണ്ടെന്ന വിവരവും പോലീസിന് ലഭിച്ചു. പ്രതികളുടെ രക്തസാമ്പിളുകളിലെ രാസലഹരി സാന്നിധ്യം കണ്ടെത്താനും പോലീസ് പരിശോധന നടത്തും. ഇതിനൊപ്പം ശ്രീകുട്ടിയുടെ MBBSൽ സേലത്തെ വിനായക മിഷൻ റിസർച്ച് ഫൗണ്ടേഷനിൽ നിന്നും ആരോഗ്യവകുപ്പിൽ നിന്നുമാണ് പോലീസ് വിവരങ്ങൾ തേടുക. ശ്രീകുട്ടിക്കെതിരായ കേസ് സംബന്ധിച്ച റിപ്പോർട്ടും ആരോഗ്യവകുപ്പിന് പോലീസ് ഉടൻ കൈമാറും. ശ്രീകുട്ടി ജോലി ചെയ്ത ആശുപത്രിയിലെ സ്ഥിരം സന്ദർശകനായിരുന്നു അജ്മൽ എന്നും പോലീസിന് വിവരം ലഭിച്ചു. അജ്മലിന്റെ മൊബൈൽ ഫോൺ ഇനിയും കണ്ടെത്താനായിട്ടില്ല. കേസിൽ അജ്മലിനും ശ്രീകുട്ടിക്കുമെതിരെ നരഹത്യ കുറ്റം ചുമത്തിയിരുന്നു. ശ്രീകുട്ടിക്കെതിരെ പ്രേരണാകുറ്റവും ചുമത്തിയിരുന്നു. ആൾക്കൂട്ടം പിന്തുടർന്നപ്പോഴും വാഹനം നിർത്താൻ ആവശ്യപ്പെട്ടുവെന്നാണ് പോലീസിനോട് ശ്രീകുട്ടി പറയുന്നത്. അജ്മൽ ക്രിമിനൽ കേസിൽ പ്രതിയാണെന്ന് അറിഞ്ഞിരുന്നില്ല. സിനിമാ കൊറിയോഗ്രാഫർ എന്ന് പറഞ്ഞാണ് അജ്മൽ പരിചയപ്പെടുത്തിയതെന്നും ശ്രീകുട്ടി പോലീസിന് മൊഴി നൽകി. ആശുപത്രിയിൽ നൈറ്റ് ഡ്യൂട്ടി ഉണ്ടായിരുന്ന ദിവസം ചികിത്സയ്ക്കായി എത്തിയപ്പോഴാണ് അജ്മലിനെ പരിചയപ്പെട്ടത്. തുടർന്ന് സൗഹൃദത്തിലായി. ഈ ബന്ധം പിന്നീട് വഴിതെറ്റിപ്പോയെന്നും ശ്രീകുട്ടി പോലീസിന് നൽകിയ മൊഴിയിൽ പറയുന്നു. അജ്മലുമായി പണവും സ്വർണവും കൈമാറ്റം ചെയ്തിട്ടുണ്ട്. തന്റെ പക്കൽ നിന്ന് പണം വാങ്ങി അജ്മൽ എറണാകുളത്ത് ഷൂട്ടിങ്ങിന് പോയി. കോമൺ സുഹൃത്തിന്റെ വീട്ടിൽ ഓണം ആഘോഷിച്ച് വരുന്നതിനിടയിലാണ് അപകടം നടന്നതെന്നും ശ്രീകുട്ടി പറഞ്ഞു. ലഹരി ഉപയോഗിക്കാറുണ്ടായിരുന്നുവെന്നും ശ്രീകുട്ടി പോലീസിനോട് വെളിപ്പെടുത്തി. നിലവിൽ 14 ദിവസത്തെ ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ് പ്രതിയായ അജ്മലും ഡോക്ടർ ശ്രീകുട്ടിയും. ഡോക്ടർ ശ്രീകുട്ടി വാഹനം ഓടിച്ച് മുന്നോട്ട് പോകാൻ അജ്മലിന് നിർദ്ദേശം നൽകിയെന്ന് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. തെളിവുകളും CCTV ദൃശ്യങ്ങളും ശക്തമായി നിലനിൽക്കുന്നതാണെന്ന് മജിസ്ട്രേറ്റ് നിരീക്ഷണം നടത്തിയിരുന്നു. ഇതിനിടെ ഡോക്ടർ ശ്രീകുട്ടി നിരപരാധിയാണെന്ന് അമ്മ സുരഭി വിശദീകരിച്ചിരുന്നു. കേസിലെ ഒന്നാം പ്രതിയായ അജ്മൽ തന്റെ മകളെ കുടുക്കിയതാണെന്നും ഇതിനെല്ലാം പിന്നിൽ തന്റെ മുൻ ഭർത്താവ് അടക്കമുള്ളവരാണെന്നും സുരഭി ആരോപിച്ചിരുന്നു. മകളുടെ മുൻ ഭർത്താവിനും ഇതിൽ പങ്കുണ്ടെന്നും ഇവർ ആരോപിച്ചിരുന്നു.